നമുക്ക് വാസ്തുവുമുണ്ട് ഫംഗ്ഷനുമുണ്ട്. കിഴക്ക് ദർശനമായ ഒരു വീടിനെ സംബന്ധിച്ച് വാസ്തുവിൽ പറയുകയാണെങ്കിൽ അതിൽ അഗ്നികോണിൽ നിങ്ങൾക്ക് കിച്ചൺ ചെയ്യാം. സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്നിമൂല ഭാഗത്ത് നിങ്ങൾക്ക് ബെഡ്റൂം ചെയ്യാം. നോർത്ത് വെസ്റ്റിൽ ഒരു ബെഡ്റൂം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈശാന്യ കോണിൽ നിങ്ങൾക്ക് പ്രധാന സിറ്റ് ഔട്ട്, ഹാള് എന്നിവ ചെയ്യാം. വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വരും. ഇത് ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ഒരു വാസ്തു നിയമമാണ്. അതേസമയം ഫെങ്ഷുയിൽ ഇതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷുയിൽ ഒരു ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ കൺസൾട്ടിങ്ങിന് പോവുകയാണ്. കൺസൾട്ടിങ്ങിന് പോയി വീടിന്റെ പ്ലാൻ എടുത്തിട്ട് അവിടുത്തെ ചോദിക്കും, ഈ വീട് നിങ്ങൾ എപ്പോഴാണ് ഹൗസ് വാമിങ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പം അത് ആ ഒരു ഡേറ്റ് പറയും. അപ്പോൾ ഡേറ്റ് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് അവർ 2015 ഹൗസ് വാമിങ് ചെയ്തതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ 2004 മുതൽ 2024 വരെയുള്ള ആ ഒരു 20 കൊല്ലത്തിനകത്താണ് ഇവർ ഈ വീട് വെച്ചത്. ഇതിനെ പീരിയഡ് 8 എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ 1990 വീട് വെച്ചതെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1984 മുതൽ 2004 വരെയുള്ള ഒരു 20 കൊല്ലത്തിനകത്താണ് ആ വീട് വെച്ചിരിക്കുന്നത്. അതിനെ പീരിയഡ് 7 എന്ന് പറയും. അപ്പോൾ ഫുങ്ഷുവിൽ പറയുന്നു ഓരോ 20 വർഷങ്ങൾ കഴിയുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാലഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞ ഈ 84 2004 കാലഘട്ടം, 2004 2024 കാലഘട്ടം. അത് 7ഉം 8ഉമായി മാറിയെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം, അതായത് 2024 ശേഷം 2044 വരെയുള്ള 20 കൊല്ലം പീരീഡ് 9 എന്ന് പറയുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ ഏറ്റവും പ്രോസ്പെരിറ്റി ആയിട്ടുള്ള നമ്പർ എന്ന് ഫെങ്ഷുവിൽ ഏത് നമ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 ആണ്, 9 ആണ്. മൊത്തത്തിൽ കോമ്പസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. എത്ര ദിക്കുകളുണ്ട്? 8 ദിക്കുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ദിക്ക് എത്ര ഡിഗ്രി ഉണ്ട്? 45 ഡിഗ്രി ഉണ്ട്. അപ്പൊ 45 ഡിഗ്രിയാണ് ഒരു ദിക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കിഴക്കിൽ എത്ര ഡിഗ്രി ഉണ്ട്? 45. സൗത്ത് ഈസ്റ്റിനോ 45. എല്ലാ ദിക്കിനും 45 ഡിഗ്രി വീതമുണ്ട്. അപ്പൊ നമുക്ക് ഈ കിഴക്കിനെ ഫെങ്ഷുയിൽ 3 തിരിക്കുന്നുണ്ട്. ഈസ്റ്റ് 1, ഈസ്റ്റ് 2, ഈസ്റ്റ് 3. അതായത് 45നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 15, 15, 15 അങ്ങനെ 3 15കൾ കിട്ടും. അപ്പം ആദ്യത്തത് ഈസ്റ്റ് 1, രണ്ടാമത്തത് ഈസ്റ്റ് 2, മൂന്നാമത്തത് ഈസ്റ്റ് 3. അപ്പോൾ ഓരോ 15 ഡിഗ്രിയിലും അതിന്റെ ഫ്ലൈങ് സ്റ്റാറിന്റെ കണക്കുകളും മെത്തേഡുകളും മാറും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ദർശനത്തിൽ 80 ഡിഗ്രിയിൽ ഇരിക്കുന്ന ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ അല്ല 90 ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ, അതായത് 2024 മുതൽ 2044 വരെ കിഴക്ക് ദർശനത്തെ നിങ്ങൾ വീട് വെക്കുമ്പോൾ ഉറപ്പായും ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നിങ്ങൾ എടുത്തിരിക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരു വീട് വെക്കുമ്പോൾ, കിഴക്ക് ദർശനത്തിൽ ഒരു വീട് വെക്കുമ്പോൾ വീടിന്റെ കിഴക്ക് സെൻട്രലിലായിരിക്കും ആ പ്രധാന ഡോർ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫ്ലൈങ് സ്റ്റാർ പ്രകാരം ചില ഡിഗ്രികളിൽ ആ ഫ്ലൈങ് സ്റ്റാറിൽ വരുന്ന ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ വീട് കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ്. ഇതിന്റെ ഡിഗ്രി എടുത്ത് ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്തപ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ തന്നെ എഴുതിയേക്കുന്നത്. ഈ രീതിയിലാണ് ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് ദർശനത്തിൽ 2025 വെച്ച ഒരു വീടാണെന്ന് കരുതുക, അല്ലെങ്കിൽ 26 വെച്ച ഒരു വീടാണെന്ന് കരുതുക. നിങ്ങളുടെ പ്രധാന ഡോറ് ഇവിടെയാണ് നിങ്ങൾക്ക് ഇരിക്കുന്നെങ്കിൽ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ 3 ദിക്കുകളുണ്ട്. 1 തെക്ക് കിഴക്ക് എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ്, 2 കിഴക്ക് എന്ന് പറയുന്ന ഈസ്റ്റ്, 3 വടക്ക് കിഴക്ക് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഇതിന്റെ ഈ പറയപ്പെടുന്ന തെക്ക് കിഴക്കിലോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കിഴക്കിലോ ഈ 45 ഡിഗ്രിക്കകത്ത് എവിടെ നിങ്ങളുടെ പ്രധാന വാതില് ഈ വീട്ടിൽ വന്നാലും ഇത് ടോട്ടൽ ലോസിലാണ് ഇതിന്റെ ഈ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഇരിക്കുന്നത്. അപ്പൊ കിഴക്ക് ദർശനത്തിൽ വീടിന്റെ കിഴക്കൽ നിങ്ങൾ കൊണ്ടുവച്ചാൽ, എല്ലാ ഡിഗ്രിക്കും ഇതാണെന്നെല്ലാം പറയുന്നത്, ചില ഡിഗ്രികളിൽ ഈ ഒരു ഫ്ലൈങ് സ്റ്റാർ വീട്ടിന്റെ എൻട്രൻസിൽ വരുന്നുണ്ട്. നമ്മുടെ വാസ്തുവിൽ ഈ ഒരു കണക്കില്ല. പക്ഷെ ഫെങ്ഷുയുടെ ഫ്ലൈങ് സ്റ്റാർ കണക്കിൽ ഈസ്റ്റിലെ ചില വീടുകളിൽ ഈ ഒരു രീതിയിൽ ഫ്ലൈങ് സ്റ്റാർ നമ്പർ വരുന്നുണ്ട്. ഇവിടെ കൊണ്ടുപോയി നിങ്ങളുടെ വീടിന്റെ എൻട്രൻസ് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ടോട്ടൽ ലോസ് ആയിരിക്കും. അപ്പോൾ ഈ നിങ്ങൾ വീട് വെക്കുമ്പോൾ, കിഴക്ക് ദർശനത്തിൽ വീട് വെക്കുമ്പോൾ ഉറപ്പായിട്ടും ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറും കൂടി എടുക്കേണ്ടത് വളരെ 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 അത്യാവശ്യമാണ്. അതേസമയം ഈ വീട് ഇപ്പൊ നിങ്ങൾക്ക് ഈ കിഴക്ക് ദർശനത്തിൽ ഈ ഡിഗ്രിക്ക് വീട് കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ഈ ഡിഗ്രിയിലെ ആ വസ്തുവിൽ വീട് വെക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ പ്രധാന ഡോർ ഈ കിഴക്കെന്നുള്ളത് മാറ്റി വടക്ക് കിഴക്കിൽ വെച്ച പ്രശ്നം സോൾവ് ആയി. കാരണം ഇവിടെ നിൽക്കുന്ന സ്റ്റാർ 1 ആണ്. ഇത് ഒരുപാട്
സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ നമ്പർ നമ്മളെ സഹായിക്കും. ഇത് കിഴക്ക് ദർശനത്തിന്റെ മാത്രം കാര്യമല്ല, എല്ലാ ദിക്കുകളിലും ഇത്തരത്തിലുള്ള ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളുണ്ട്. അപ്പൊ നമ്മൾ വീടിന്റെ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ആ ഫ്ലൈങ് സ്റ്റാർ നമ്പറിനെയും കൂടെ പരിഗണിച്ച് ആ സ്ഥലത്ത് നിങ്ങൾ എൻട്രൻസ് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു 3 legged ഫ്രോഗ് പ്രധാന ഡോറിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ പ്രധാന ഡോറിൽ നിന്നും സ്ഥാപനത്തിനുള്ളിലേക്കോ ഓഫീസിനുള്ളിലേക്കോ നോക്കി വെക്കാം. അതിന്റെ ചുണ്ടിൽ ഇത്തരത്തിലുള്ള ഒരു ചൈനീസ് കോയിനും കൂടെ വെക്കാവുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് 3 കാലുള്ള ഒരു തവള നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്രോഗിനെ വെക്കുന്നത്. ഇത് ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്ചു ആണ്. ഇത് നിങ്ങളുടെ വീടിന്റെ സ്വീകരണങ്ങളുടെ നോർത്തിലാണ് നിങ്ങൾക്ക് വെക്കുന്നതെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. ഇതിന്റെ ലൈവിനെ നിങ്ങളുടെ വീടിന്റെ നോർത്തിൽ വളർത്തുന്നത് ഒരുപാട് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി നിങ്ങൾക്ക് നേടിത്തരാനായിട്ട് വളരെ നല്ല ഒരു റെമഡിയാണത്. എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.